ഓണക്കാലത്ത് പൂ ഇഷ്ടംപോലെ പറിച്ച് അത്തപ്പൂ ഇട്ടു, അമ്പലത്തിൽ കൊടുത്തു. ബാക്കി പൂ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നു. കടകളിലും വിൽപ്പനക്കാർക്ക് കൊടുക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. വേണ്ടവർ പറയുക. ഇല്ല, ആ മഞ്ഞയുടെ അവിടെ കൂടെ ഒന്ന് വെച്ചില്ല. ആവശ്യമുള്ളവർക്ക് നമ്മളാ ഓടിച്ച് വെച്ചത് കണ്ടേ, അത് പൂവായി. പക്ഷെ ഇത് വലിയ പൂവായിരുന്നു കേട്ടോ. ഏത് ഞാൻ പൂവിന്റെ പൈസ കൊടുത്തില്ല. ഏത് നമ്മൾ അന്ന് മേടിച്ചതോ? അന്നും കൊടുത്തില്ല. പറയുക ഏതെങ്കിലും ചുമ്മായിട്ട് നിൽക്കുക. പറഞ്ഞില്ലയോ? അടുത്ത വർഷം പറയട്ടെ. പറയുക. അടുത്ത വർഷം ഇതിൽ ഗംഭീരമായിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നതായിരിക്കും. നല്ല അടിപൊളി പൂവായിരിക്കും. മാല കെട്ടി കൊടുത്തായിരുന്നു. വലിയ മാല കെട്ടി. എനിക്ക് മാല കെട്ടാൻ അറിയത്തില്ല, പട്ട് ചരമായിട്ട് കെട്ടും. ചരം മുള്ളപ്പൂ കെട്ടതല്ലേ? അതൊന്നും അഴിഞ്ഞു പോത്തില്ല, ഇതിന് വെയിറ്റ് കൂടുതലല്ലേ. ഇല്ല, ഇങ്ങനെ പിച്ച് 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 അങ്ങനെ അറിയും. ഫുള്ള് ഇത് വെച്ച് എനിക്ക് കെട്ടാൻ അറിയത്തില്ല. നീളം വെച്ചിട്ട് കെട്ടി കെട്ടിയാന്ന് തോന്നുന്നു. അത് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ കെട്ടി അടുത്ത ചൊവ്വാഴ്ച ഒരു മാല മുഴുവനും ഉണ്ട് നമുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. കേട്ടോ, അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. എനിക്ക് ഇങ്ങനെ ഒരു പൂ ഫുള്ളായിട്ട് വെച്ച് കെട്ടാൻ അറിയത്തില്ല. ചറം വേണമെങ്കിൽ കെട്ടി തരാം. അത് വെയിറ്റ് അത് എനക്ക് അറിയും. ഈ പൂ എനക്ക് അറിയത്തില്ല. കടകളിൽ കൊടുത്ത് കെട്ടിപ്പിച്ചാ മതിയല്ലോ. ചേച്ചി, കടയിലെ പൂ കെട്ട് ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് എല്ലാ പൂവയും കൂടെ കെട്ടി കടയിൽ കൊണ്ടുപോയി സെയിൽസ് ആക്കുക, കൊടുക്കുക. അങ്ങനെ കൊടുക്കാനായിട്ടാ, കെട്ടിയല്ല പൂ പറിച്ചു കൊടുക്കുക, അവര് കെട്ടിക്കോളും. പക്ഷെ ഒരാഴ്ചക്ക് മുമ്പായിരുന്നു നമ്മ മുണ്ടൻകാവിലൊക്കെ ഉണ്ടല്ലോ, ഒരുത്തൻ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു പൂ കൊണ്ടിട്ട്. ഓ ഇല്ല, രാത്രി ഇല്ലായിരുന്നു. ഈ സമയത്ത് ഇവിടുത്തെ കംപ്ലീറ്റ് പറിച്ചില്ലേ. ഇതിലൊക്കെ മുട്ട് വരുന്നതേ നമുക്ക് കൊടുക്കാം, കടയിലൊന്നും ചോദിക്കും. ഇതിട്ട് പൂ എടുത്ത് അമ്പലത്തിൽ കൊടുക്കുവോ? കടകളിൽ മുറുകർക്ക് കൊടുക്കത്തില്ലേ? കൊടുക്കും. മാല കെട്ടി കൊടുക്കുന്നുണ്ട്. ആര് കിട്ടും? അല്ല, ഇവിടെ കിട്ടത്തില്ലല്ലേ. എനിക്കത് അറിയത്തില്ലല്ലോ. ഇങ്ങനെ ആരെങ്കിലും പോവുകയാണെങ്കിൽ വെള്ളം ഓരോ സാധനം മേടിക്കുന്ന ചടങ്ങുകളും ഒക്കെ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അത് കാണാം. അത് പറയുക. അയ്യോ പറയുക ചേച്ചി. അയ്യോ പറയുക. ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയാം. ശരി, ഓക്കെ. ഓണക്കാലത്ത് കൊല വെട്ടാൻ വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്ത കൃഷിയാണ്. പക്ഷേ അത് വിളവെടുക്കാൻ ഇച്ചിരി താമസിച്ചു പോയി. അതുകൊണ്ട് ഓണം കഴിഞ്ഞ് ഇത് വിപണിയിൽ എത്തിച്ച് വിൽപ്പന നടത്തണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനുള്ള സന്ദർഭങ്ങളൊക്കെ ഭഗവാൻ തരുമെന്ന് ഞങ്ങൾ ഓർത്തിരിക്കുക. വേനൽക്കാലത്ത് നട്ടത് കൊണ്ടാണ് കൊലക്കൊന്നും ഒരു ചേന, ചേമ്പ് എല്ലാം ഉണ്ട്, കിഴങ്ങ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ വെച്ചതാണോ? കിട്ടിയിട്ടുണ്ട്, എല്ലാം നല്ലതായിട്ട് നിപ്പുണ്ട്. എല്ലാം നിങ്ങൾ വെച്ചതാണോ? എല്ലാം ഞങ്ങൾ തന്നെ വിളിച്ചതാണ്. വിളവെടുപ്പിന് സമയമായി വരുന്നു. ഏത്തവാഴയൊന്നും വിളഞ്ഞില്ല. കപ്പയൊക്കെ വിളവെടുക്കാറായി. ഇതെല്ലാം നിങ്ങൾ എവിടെ പോയി കൊടുക്കും? എവിടെ സെയിൽസ് ആക്കും? ഞങ്ങളിത് വിപണിയിൽ കൊണ്ടു കൊടുക്കും. അല്ലെ ആവശ്യക്കാർ, വീട്ടുകാരും ആവശ്യപ്പെട്ടാൽ അവർക്ക് കൊടുക്കും. പൈസ உங்களுக்கு കിട്ടുവോ? വേണേലും കൊടുക്കും. പൈസക്ക് உங்களுக்கு പൈസ உங்களுக்கு കിട്ടുവോ? പൈസക്കേ കൊടുക്കും. ശരിയാ, ഓക്കെ. മഞ്ചളല്ലേ? പിന്നെ എന്നതാ? പൂവ. മഞ്ചള് കിഴങ്ങ് വരത്തില്ലേ? വരും. പൂവയാണ്. ആണോ? ഇത് കൂവപ്പൊടി ഇതെടുത്ത് വിളവെടുത്ത് ചിരണ്ടി അരിഞ്ഞ് പൊടിച്ച് വെള്ളത്തിലിട്ട് ഇതിൻ്റെ 3 ദിവസം ഇതിൻ്റെ വെള്ളം മാറി മാറി വെച്ച് അതിൻ്റെ കട്ട് മുഴുവൻ പോയി കഴിയുമ്പോൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ കൂവപ്പൊടി നല്ല
വിറ്റാമിനുള്ള സാധനമാണ്. കുട്ടികൾക്ക് കൊടുക്കാനും നല്ലത്, വലിയവർക്കും നല്ലത്. നല്ല ഏറ്റവും നല്ല ഒരു ഔഷധമാണ് കൂവപ്പൊടി. கூவப்பொடினா என்னன்னு எனக்கு தெரியல. அண்ணு வரப்போ இது நிறைச்சு வெள்ளம் ഉണ്ടായിരുന്നതല്ലേ? വെള്ളം പറ്റും ഇപ്പൊ വെള്ളം തീർന്നു. വെള്ളം തീർന്ന ഇതുവഴി നടന്നു പോകാവോ? ഇപ്പം പോവും. അവധി അതിന് വരത്തില്ല അല്ലേ? ഇവർ വരാവൊന്നും ഇരിച്ചിട്ട് പോകും. നമ്മുടെ വീട് വന്നു. നീ പോയി എന്നാ ചെയ്യും? ഇനി പുട്ടുണ്ടാക്കി തിന്നു. പുട്ടുണ്ടാക്കി അരി എടുത്ത് വെക്കണം, ചോറ് വെക്കണം, കറി വെക്കണം. ഇന്ന് ഉത്തിട്ടാതെ ഇന്ന് പോക്കോണമെന്നേ. അത് പിന്നെ പറയാം. ഓക്കെ ഓക്കെ പോവാം.